ഹായ് ഹലോ. ഞാൻ സാധാരണ ഒരു 1, 2, 3, 4 ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് ഓടി വന്നുകൊണ്ട് പടി കയറി വന്നുകൊണ്ട് കിതപ്പുണ്ട്. അയ്യോ, ഞാൻ 4 ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് തീരുമാനം എടുക്കാറ്. മിക്കവാറും ഈ 4 ക്ഷേത്രത്തിലും ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ച് വീട്ടിനടുത്തുള്ള തൊട്ടടുത്തല്ല എന്നാലും പോയിട്ട് വന്ന് എനിക്ക് വേണ്ട തീരുമാനങ്ങൾ ഞാൻ എടുക്കും. 4 ക്ഷേത്രത്തിൽ പോയി എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ചോദിച്ചിട്ട് വന്ന് ഞാൻ ടോസ് ഇടും പോലെ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് വന്നത് ഗവൺമെൻറ് ജോലിക്ക് പഠിക്കാനായിരുന്നു മെയിനായിട്ട് വന്നത്. ഇന്ന് വേറെ 2 അമ്പലത്തിൽ പോയി. ഒരമ്പലം കുറച്ചുകൂടി ദൂരമാണ്, അത്രയും നടക്കാൻ വയ്യാത്തതുകൊണ്ട് നടന്നു പോകാൻ പറ്റണ എനിക്ക് ഒരു ശിവൻ്റെ അമ്പലവും വേറൊരു ദേവി ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ 2 പോയിട്ട് ഞാൻ എപ്പോഴും പോണ ക്ഷേത്രമാണ്. അവിടെ പോയിട്ട് വന്ന് ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഇതാണ് വന്നേക്കണം. അപ്പം ഞാനിപ്പോൾ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇതിനെയും മാനിച്ചുകൊണ്ട് കുറച്ച് നേരം PSC പഠിക്കാം, ബാക്കി എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും കൂടെ ചെയ്ത് മുന്നോട്ട് പോവാം. എനിക്കറിയാം ഇതിൽ ഏതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ഇങ്ങനെ ടോസ് ചെയ്തപ്പോഴും 2 കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൊന്നാണ് ഈ 2 കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. എനിക്കിതിൽ 1 മതി എന്നുള്ള ഒരു ശക്തമായ ഒരു തീരുമാനത്തിലായിരുന്നു ഞാൻ. എൻ്റെ തീരുമാനം ഒന്നീ ഗവൺമെൻറ് ജോലി വാങ്ങിച്ച് ആ വഴി പോവുക, അല്ലെങ്കിൽ യൂട്യൂബ്, ടാരോ റീഡിങ്, സ്റ്റിച്ചിങ്, യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡയറ്റീഷ്യൻ കോഴ്സ് അങ്ങനെ പോവുക. പക്ഷേ ഇപ്പോൾ ഇത് 2 വന്നതുകൊണ്ട് എനിക്ക് ഒരു ദിവസമാണ് വന്നതെങ്കിൽ ഒറ്റ തീരുമാനം ഞാൻ എടുത്തേനെ. അതായത് ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയിട്ട് അതേതാണോ ആ തീരുമാനം എടുത്തേനെ. ഇതിപ്പോൾ 2 പല ക്ഷേത്രങ്ങളിൽ പോയി 2 ദിവസമായിട്ട് ഈ തീരുമാനം വന്നതുകൊണ്ട് 2 തീരുമാനം ആയതുകൊണ്ട് 2ഉം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പ്ലാൻ ബി, ഒരു ഗവൺമെൻറ് ജോലി നമ്മൾ PSC പഠിക്കുന്നതിനോടൊപ്പം ഒരു പ്ലാൻ ബി വെച്ചേക്കണം എപ്പോഴും നല്ലതാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ 100% എനിക്കത് കൊടുത്ത് ചെയ്യണം, 100% കൊടുത്ത് എനിക്കത് ചെയ്യാനാണ് താല്പര്യം. പക്ഷേ ഇപ്പം ഞാൻ ബാലൻസിങ് ചിലപ്പോൾ പഠിക്കുമായിരിക്കും. എൻ്റെ ഇഷ്ടങ്ങളും ഒരു ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആവാനുള്ള കാര്യവും തമ്മിൽ ഒരു ബാലൻസ് ചിലപ്പോൾ ദൈവം എന്നെ പഠിപ്പിക്കുന്നതായിരിക്കാം. എന്തായാലും PSC പഠനവും അതിനോടൊപ്പം തന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ടാരോ റീഡിങ്, സ്റ്റിച്ചിങ്, യൂട്യൂബ്, ന്യൂട്രീഷനിസ്റ്റ് കോഴ്സ്, അപ്പോൾ ഇതിനെല്ലാം കൂടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്കൊരു നല്ലൊരു പ്ലാനും സ്ട്രാറ്റജിയും വേണം. നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓവർവെൽമിംഗ് ആയി പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ട് പോവും. അപ്പോൾ വളരെ സ്ലോ ഒരു ഇതിലൂടെ കടന്നു പോവാം. അതിനോടൊപ്പം തന്നെ PSC പഠിക്കുകയും ചെയ്യുക. അതായത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾക്കെല്ലാം സമയം കണ്ടെത്തുകയും അതിനോടൊപ്പം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു 4 മണിക്കൂർ വെച്ച്, അതായത് ഒരു ദിവസം ഒരു 2 മണിക്കൂർ വെച്ചെങ്കിലും PSC പഠിക്കുന്ന രീതിയിൽ. അത് എന്തുകൊണ്ട് അത്രയും പഠിച്ച ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധ്യത കുറവാണ്. പക്ഷേ 3 വർഷം കഴിഞ്ഞ് വരുന്ന ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മാസം, 1 വർഷം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എൻ്റെ പാഷനിലുള്ള കാര്യങ്ങളിലൂടെ എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ യൂട്യൂബിലൂടെ കരിയർ സെറ്റാക്കാൻ പറ്റുമോ, സ്റ്റിച്ചിങ് പഠിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ടാരോ റീഡിങ്ങിലൂടെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം മനസ്സിലാക്കാൻ അടുത്ത് വരുന്ന 1 വർഷത്തിലെ സമയം മതി. ആ സമയം കൊണ്ട് എനിക്കിതിലൊന്നും സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ഇതിനെല്ലാം സൈഡാക്കിക്കൊണ്ട് PSCയെ ഞാൻ മെയിനാക്കി കൂടുതൽ സമയം, എനിക്ക് എത്ര മണിക്കൂർ വേണോ പഠിക്കാൻ പറ്റും. അപ്പോൾ ആ സമയം അതായത് എനിക്ക് ബോറടിക്കില്ല. റീൽസ് അങ്ങനെയൊന്നും കണ്ടുകൊണ്ടിരുന്ന് സ്ക്രോൾ ചെയ്ത ഒരു അഡിക്ഷൻ എനിക്കില്ല. അപ്പോൾ യൂട്യൂബൊക്കെ കാണാറുണ്ട്, എന്നാലും ഒരു അഡിക്ഷൻ ആയിട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലേക്ക് മെയിനായിട്ട് ഫോക്കസ് അങ്ങോട്ട് കൊടുത്ത് പഠിക്കാം. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്യണമെന്ന്. എനിക്കതേ പറ്റുള്ളൂ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ, പിന്നെ നമുക്ക് സമ്പാദ്യം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സാധനം ഒരു പെൺകുട്ടിയെ ആൺകുട്ടി ആയാലും ആരെ സംബന്ധിച്ചായാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് 10-25 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി, എനിക്കാണെങ്കിൽ 10-30 വയസ്സാവാറായി. അപ്പോൾ ഇനിയും PSC പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ തീർച്ചയായും
ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഞാൻ PSCയും കൂടെ പഠിക്കുവാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു പ്ലാൻ ABC എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നു. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യും, PSCയും പഠിക്കും. ഇതിലേതാണോ സക്സസ് എന്നെ കൊണ്ടെത്തിക്കുന്നത് അതിലേക്ക് ഞാൻ നടന്നു കയറും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ തൊട്ട് എന്തായാലും വ്ളോഗ് വരും. വ്ളോഗ് ഞാൻ ഇടാതിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് PSC പഠിത്തത്തിൻ്റെ കൂടെ ഇതും കൂടെ ഇതാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വ്ളോഗൊക്കെ വരും. വേറൊരു ചാനലും കൂടെ ഉണ്ട്, അപ്പോൾ അതിലുമൊക്കെ കൂടി വ്ളോഗുകൾ ആഡ് ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കണം. ഒന്നും മാറ്റി വയ്ക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ടാരോ റീഡിങ് ഞാൻ ഒരു കോഴ്സ് എടുത്തു, ഇനി ഒരു കോഴ്സും കൂടെ പഠിക്കാറുണ്ട്. അതുകൂടെ പഠിച്ചാലേ റീഡിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതെല്ലാം ഇനി വീഡിയോ ആയിട്ടൊക്കെ വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ തൊട്ട് PSC പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്, 2 മണിക്കൂർ തൽക്കാലം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ വ്ളോഗായിട്ട് ആഡ് ചെയ്യാം.